നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. മതേതരരായ ഒരു കൂട്ടം ആൾക്കാർ ഭരിക്കുകയും മതേതര മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ പ്രചരണം നടത്തുകയുമൊക്കെ ചെയ്യുന്നവരാണ് ഇടതുപക്ഷക്കാർ. ഇടതുപക്ഷം കൂട്ടിക്കുഴച്ചതാണ്, അവർ കൂട്ടിക്കുഴച്ച് ഉണ്ടാക്കിയതാണ് കേരളത്തിലെ മതേതരത്വം എന്നൊക്കെയാണ് ഇടതുപക്ഷം അവകാശപ്പെടുന്നത്. പ്രത്യേകിച്ച് കണ്ണൂരിൽ ഇടതുപക്ഷത്തിന്റെ ഒരു അവസ്ഥ നമുക്കറിയാം. ഇടതുപക്ഷം മൃഗീയമായി ഭരണം നടത്തുന്ന കണ്ണൂർ, ആ കണ്ണൂരിൽ ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇന്ന് കണ്ണൂരിൽ നിറഞ്ഞ സുദിനം എന്ന് പറയുന്ന സായാഹ്ന പത്രത്തിൽ വന്ന ഒരു പരസ്യം, ആ പരസ്യം കാണുമ്പോൾ കേരളത്തിന്റെ മതേതര സങ്കല്പവും മതേതര മൂല്യങ്ങൾ എവിടെ നിൽക്കുന്നുവെന്ന് നമുക്ക് തോന്നിപ്പോകും. ആ പരസ്യത്തിൽ ഒരു സ്ഥലം വിൽപ്പനയ്ക്കുള്ള പരസ്യമാണ്. ആ പരസ്യം ഇങ്ങനെയാണ്: കണ്ണാടിപ്പറമ്പ് ചേലേരിമുക്ക് കാറാട്ട് മെയിൻ റോഡിൽ നിന്ന് 80 മീറ്ററിൽ സ്ഥലം, 80 മീറ്റർ അകലെ എന്നായിരിക്കും സ്ഥലം, ആവശ്യത്തിനനുസരിച്ച് മുറിച്ച വിൽപ്പനയ്ക്ക്. അതിൽ പ്രത്യേകം എടുത്തു പറയുന്നു, മുസ്ലിം ഏരിയ ആയതിനാൽ മുസ്ലിങ്ങൾ മാത്രം ബന്ധപ്പെടുക, ബ്രോക്കർമാർ വിളിക്കേണ്ടതില്ല. ഏതായാലും അതായത് പാർട്ടി ഗ്രാമങ്ങൾ ഉള്ളതുപോലെ തന്നെ ഇനിയും ഈ ജാതിക്ക് അനുകൂലമായി ജാതി സമവാക്യങ്ങൾ മാത്രം തീരുമാനിച്ചുകൊണ്ട് ഓരോ സ്ഥലത്തും ആരൊക്കെ ജീവിക്കണം എന്ന് തീരുമാനിക്കാനും വസ്തു വിൽപ്പനയ്ക്ക് പോലും ജാതി തിരയേണ്ടി വരുന്ന ഒരവസ്ഥ, അതും കണ്ണൂരിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ആ പരസ്യം ഞാനൊന്ന് നിങ്ങൾ ഈ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്, പരസ്യം നിങ്ങൾക്ക് കാണാം. ഈ പരസ്യം കണ്ണൂരിൽ ഇറങ്ങിയ പത്രത്തിൽ ഉള്ളതാണ്. 16/5/2024 പരസ്യത്തിലാണ്. ഏതായാലും പുരോഗമനക്കാരെല്ലാം കൂടി കേരളത്തെ പുരോഗമിപ്പിക്കുകയാണെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പൊ നമുക്കൊരു സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ നമുക്കറിയാം. കേരളത്തിൽ ഹൈന്ദവ ആചാരങ്ങളെയോ ഹൈന്ദവ വിശ്വാസങ്ങളെയോ മാത്രമാണ് ഇടതുപക്ഷം കടന്നാക്രമിക്കാറുള്ളത്. ഹൈന്ദവ ആചാരങ്ങളെ ആക്രമിച്ചുകൊണ്ട് മറ്റ് ഹൈന്ദവരെയും ക്രിസ്ത്യാനികളെയും ഇപ്പോൾ ക്രിസ്തുമത വിഭാഗത്തിൽപ്പെട്ടവരെയും ഇപ്പോൾ ആക്ഷേപിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം മതേതരത്വവും പുരോഗമനവും എന്നൊക്കെ പറയുന്നത് ഒരു വിഭാഗത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. ആ വിഭാഗത്തിന് വേണ്ടിയാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ നിൽക്കുന്നത് നമ്മൾ പലപ്പോഴും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും അത് വെളിവായിട്ടുണ്ട്. പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ശേഷം ഓണാഘോഷങ്ങൾ പോലും നടത്തരുത് എന്ന് പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ട്. ശബരിമലയിലേക്ക് സ്ത്രീകളെ കയറ്റാൻ നടത്തിയ ശ്രമങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇങ്ങനെ നിരവധി വിഷയങ്ങൾ. ഒരു ദേവസ്വം മന്ത്രിക്ക് ശബരിമലയിൽ പോയി തൊഴാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ക്ഷേത്രത്തിൽ പോയാൽ നേതാക്കന്മാർ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ നേതാക്കന്മാരാണ്, അല്ലാതെ വലിയ ആൾക്കാരൊന്നും പോയാൽ കുഴപ്പമില്ല. ഇപ്പൊ ബിനീഷ് കോടിയേരിയുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ കോടിയേരിയുടെ വീട്ടിൽ നിന്ന് പൂ മൂടാൻ പോകുന്നതിനൊന്നും പ്രശ്നമില്ല, അത് കുഴപ്പമുള്ള കാര്യമല്ല. എന്നാൽ മറ്റ് ചെറിയ ചെറിയ നേതാക്കന്മാരും പാവപ്പെട്ടവരും ഈ തൊഴിലാളി വർഗത്തിൽ പെടുന്നവരുമൊക്കെ ക്ഷേത്രങ്ങളിൽ പോയാൽ അവരെ അപ്പോൾ തന്നെ പുറത്താക്കും. കാരണം അവരൊക്കെ യഥാർത്ഥത്തിലെ വിശ്വാസത്തിലേക്ക് വന്നാൽ എന്താണ് ഈ പിണറായി വിജയൻ അടക്കമുള്ളവർ കാണിക്കുന്നത് എന്നവർ ചിന്തിച്ചു തുടങ്ങിയാൽ കേരളത്തിലെ കമ്മ്യൂണിസം തകരാൻ പോകുന്നതേ ഉള്ളൂ. എന്നും തൊഴിലാളി വർഗത്തെയും അവരുടെ ദാരിദ്ര്യത്തെയും അവർക്ക് റേഷനും ഒക്കെ കൊടുത്ത് ഇങ്ങനെ നിലനിർത്തിയാൽ മാത്രമേ ഇവിടെ കമ്മ്യൂണിസം നിലനിൽക്കുകയുള്ളൂ എന്ന് വളരെ കൃത്യമായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്കറിയാം. എന്നും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും അതുപോലെ തന്നെ ഈ റേഷനും ഒക്കെ നൽകിയാൽ ആ നൽകി നിലനിർത്താൻ ശ്രമിക്കുന്ന, എപ്പോഴും റേഷനെ കുറിച്ചും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളെ കുറിച്ചുമാണ് നമ്മൾ പറയുന്നത്, കേരളത്തിലെ വലിയ വ്യവസായങ്ങളെ കുറിച്ചല്ല, ഒരു വീട്ടിലെ ഒരാൾക്കെങ്കിലും ജോലി കൊടുക്കുന്ന കാര്യങ്ങളെ കുറിച്ചല്ല. അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ഇവിടെ ചർച്ചയില്ല. ഇവിടെ വർഗീയത എന്ന് പറയുന്നത്, അവരെ സംബന്ധിച്ചിടത്തോളം വർഗീയത എന്ന് പറയുന്നത് BJP പറയുന്ന അല്ലെങ്കിൽ ഹൈന്ദവ ആശയങ്ങൾ, ആ ഹൈന്ദവ മായ എന്തെങ്കിലും കാര്യങ്ങൾ, അതിന്റെ ആചാരങ്ങൾ പിന്തുടരുന്നത് പോലും വർഗീയതയാണ് എന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യും. ഏതായാലും കമ്മ്യൂണിസ്റ്റുകാർ ചവിട്ടിക്കുഴിച്ച് കൊണ്ടുവന്ന് ഈ പരുവത്തിലാക്കിയ മണ്ണാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ആൾക്കാർ, കമ്മ്യൂണിസം കൊണ്ടുവന്ന ഇത്തരത്തിലുള്ള ആൾക്കാർ ഇവിടെ എന്താണ് കണ്ണൂരിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ്. ഇത്തരത്തിലുള്ള അനാചാരങ്ങൾക്കെതിരെ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് പറയാനുള്ളത്. എന്നിട്ട് ഹൈന്ദവരെ കുറ്റം പറയുകയും ഹൈന്ദവ ആചാരങ്ങൾ പാലിക്കുന്നവരെ വർഗീയവാദിയാക്കി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഈ പ്രവണത, അത് മതേതര സങ്കല്പമാണോ എന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. പിണറായി വിജയന്റെയും മറ്റും കൂട്ടരുടെയും ഇരട്ടത്താപ്പ് കേരളീയ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നുണ്ട്. കേരളത്തിലെ CPM-ന്റെ ഈ ഇരട്ടത്താപ്പും പുറത്തു വരുന്നുണ്ട്.